മലപ്പുറം തെരഞ്ഞെടുപ്പിനോട് അടുക്കും തോറും SDPI വെൽഫെയർ പാർട്ടികളുടെ നിലപാട് ചോദ്യം ചെയ്യപ്പെടുക തന്നെയാണ്. മറുചേരി അത് രഹസ്യ കൂട്ടുകെട്ട് എന്ന രീതിയിൽ തന്നെ വലിയ ആരോപണവുമായി രംഗത്തെത്തി നിൽക്കുമ്പോൾ അതിന് ലീഗിനും UDFനും മറുപടി പറയേണ്ട സാഹചര്യം തന്നെയല്ലേ? ഈ വിഷയം തന്നെയാണ് നമ്മൾ ഇന്ന് അറിയുന്നത്. ലീഗിന്റെ SDPI വെൽഫെയർ രഹസ്യബന്ധം അപകടകരമായ രാഷ്ട്രീയ കൂട്ടുകെട്ടെന്ന് CPIM. മുസ്ലിമുകളെ ശത്രുവായി കണ്ട് കടന്നാക്രമണങ്ങൾ നടത്തുന്ന RSS പ്രവർത്തനങ്ങൾക്ക് വേഗത വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കുമെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം A. വിജയരാഘവൻ പറഞ്ഞു. ഇക്കാര്യത്തിൽ കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കണമെന്നും പാവപ്പെട്ട വിശ്വാസികൾക്കെതിരായ നീക്കത്തെ മതേതരവാദികൾ എതിർത്തു തോൽപ്പിക്കണമെന്നും വിജയരാഘവൻ ആവശ്യപ്പെട്ടു. BJP ഉയർത്തുന്ന തീവ്ര ഹിന്ദുത്വത്തിനെതിരെ മുസ്ലിം വോട്ടുകൾ ഏകീകരിപ്പിക്കുക എന്ന അപകടകരമായ രാഷ്ട്രീയമാണ് മലപ്പുറത്ത് ലീഗും UDFും നടത്തുന്നതെന്ന വിലയിരുത്തലാണ് CPIM. കാരണം വിശദീകരിക്കാനാവാത്തതുകൊണ്ടാണ് SDPIയും വെൽഫെയർ പാർട്ടിയും നിലപാട് വ്യക്തമാക്കാത്തത്. വർഗീയവാദികളും മതമൗലികവാദികളും തീവ്രവാദികളും ചേരുന്ന കൂട്ടുകെട്ട് വലിയ അപകടമുണ്ടാക്കും. RSSന് സഹായകമാകുന്ന നിലപാട് കൂടിയാണ് UDFും ലീഗും സ്വീകരിക്കുന്നതെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം A. വിജയരാഘവൻ പറഞ്ഞു. ഇത് അപകടകരമായ ഒരു കൂട്ടുകെട്ടാണ്. ഇത് മുസ്ലിം സമുദായത്തിനെതിരാണ്. അതാണ് എന്നെ കണ്ടത്. മുസ്ലിം സമുദായത്തിന് നേരെ അതിതീവ്ര ഹിന്ദുത്വം ഉയർത്തിയിരിക്കുന്ന വലിയ വെല്ലുവിളിയെ, വലിയ കടന്നാക്രമണങ്ങൾ, ഇന്ത്യയുടെ സെക്കുലറിസത്തോടൊപ്പം മുസ്ലിമിനെ ശത്രുവായി സ്ഥാപിച്ചുകൊണ്ട് RSS നടത്തുന്ന വലിയ കടന്നാക്രമണമുണ്ട്. ആ കടന്നാക്രമണങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുന്ന തീരുമാനം ഇവരോട് എടുത്ത് ഏറ്റവും മുസ്ലിമിനെതിരായിട്ടാണ് ഈ തീരുമാനം. ഇതിനെതിർക്കാത്ത ലീഗ് സമീപനം, ഇതിനെതിർക്കാത്ത UDF സമീപനം, ഇപ്പോൾ SDPIയും ജമാഅത്തെ ഇസ്ലാമിയും സ്വീകരിച്ച സമീപനം, ഇതെല്ലാം പാവപ്പെട്ട മുസ്ലിം സമുദായത്തിനെതിരാണ്. ഇസ്ലാം മതവിശ്വാസികളായ ഭൂരിപക്ഷം വരുന്ന മതേതരവാദികളെ നിരാശപ്പെടുത്തുന്ന നിലപാടാണിത്. ഇത് തിരിച്ചറിഞ്ഞ് മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ എല്ലാവരും തയ്യാറാകണം. കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ഇനിയെങ്കിലും നിലപാട് വ്യക്തമാക്കണമെന്നും വിജയരാഘവൻ ആവശ്യപ്പെട്ടു. ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി കേരളത്തിൻ്റെ പൊതുജീവിതത്തിലെ ഏറ്റവും അപകടകരമായ ഒരു രാഷ്ട്രീയ സന്ദേശം ഇതിലുണ്ട്. അതുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിനോടുള്ള നിലപാട് വ്യക്തമാക്കപ്പെടും. UDF ഈ പിന്തുണയോട് ഇവർ നൽകുന്ന പരോക്ഷ എന്ന് പറയുകയും പ്രത്യക്ഷത്തിൽ തന്നെ പ്രായോഗികവൽക്കരിക്കേണ്ട താഴെത്തട്ടിൽ ആ പിന്തുണയോടുള്ള നിലപാട് വ്യക്തമാക്കണം. ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലെന്ന് വ്യക്തമാക്കുന്ന LDF ഇത് വോട്ടർമാരിലെത്തിക്കാനുള്ള പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. A. K. ലതീഷ്, മലപ്പുറം. ഈ വിഷയമാണ് ന്യൂസ് സർവീസ് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിലേക്ക് വരികയാണ്. ഇന്നിപ്പോൾ CPIM ഈ വിഷയത്തിൽ ശക്തമായ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. ഇത്തരത്തിലുള്ളൊരു കൂട്ടുകെട്ട് വലിയ ദോഷകരമായ രീതിയിലായിരിക്കും ഭാവി ദിവസങ്ങൾ, ഒരുപക്ഷെ ഈ മലപ്പുറം തെരഞ്ഞെടുപ്പിന് അപ്പുറത്തേക്ക് ആ വിധത്തിലായിരിക്കും കൈകാര്യം ചെയ്യപ്പെടുക എന്നതായിരുന്നു ഇന്ന് CPIM എടുത്ത നിലപാട്. ശ്രീ A. വിജയരാഘവൻ തന്നെ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ വിജയരാഘവൻ, ഇവിടെ നമുക്കറിയാം ആദ്യം മുതൽക്കേ തന്നെ ഒരുപക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷം താരതമ്യപ്പെടുത്തിയാണ് ലീഗിന്റെ വിജയക്കോട്ട എന്ന രീതിയിലേക്കൊക്കെ ലീഗ് വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു ഭാഗത്ത് നിൽപ്പുണ്ട്. സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് മുന്നണികൾ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടം കൂടിയാണ്. ഇവിടെ നമുക്കറിയാം തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ഒരു നിലപാടെടുത്ത് മാറി നിൽക്കുന്നവരുടെ വോട്ടുകൾ നമുക്കറിയാം അത് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ്, ആ ഒരു എണ്ണക്കണക്ക് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം എന്നും അറിയാം. ഈ ഒരു ഘട്ടത്തിൽ തുടർച്ചയായി ഇത്തരം ആരോപണങ്ങൾ ഉയർന്നു. ആദ്യം മുതൽക്കേ തന്നെ SDPI ആയാലും ഒക്കെ തന്നെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാത്ത ഒരു നിലപാട് മുതൽക്കേ തന്നെ ഈ ആരോപണങ്ങൾ ശക്തമായിരുന്നു. ഒരുപക്ഷെ ഇപ്പോഴും ലീഗ് എടുക്കുന്ന ഈ ഒരു നിലപാട് അതിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? പക്ഷെ നേരത്തെ താങ്കൾ ഈ വിഷയത്തിൽ സൂചിപ്പിച്ചതുപോലെ ശ്രീ വിജയരാഘവൻ, ഇതില് നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് മുസ്ലിം ജനവിഭാഗങ്ങൾക്കെതിരായിട്ട് BJP നടത്തുന്ന ഒരു പ്രചരണം നമ്മൾ കണ്ടുകൊണ്ടതാണ്. BJP മുഴുവൻ മുസ്ലിങ്ങളെയും വർഗീയവാദികളായി ചിത്രീകരിക്കാനും തീവ്രവാദികളായി ചിത്രീകരിക്കാനും ദേശവിരുദ്ധരായി ചിത്രീകരിക്കാനും വലിയ പരിശ്രമം നടക്കുകയാണ്. അത്തരം ഒരു സന്ദർഭത്തിൽ ആ പ്രചരണം നടത്തുന്ന ശക്തികൾക്കാണ് ഈ നിലപാടിന്റെ ഏറ്റവും വലിയ ഗുണം കിട്ടുന്നത്. ആത്യന്തികമായി മുസ്ലിം വിരുദ്ധത ഉത്പാദിപ്പിക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നിലപാടാണ് ഈ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ ഇവിടെ സ്വീകരിക്കപ്പെട്ടത്. അതാണ് ഇതുണ്ടാക്കുന്ന ആപത്ത്. അതുകൊണ്ട് തന്നെ ഇത് മുസ്ലിം ന്യൂനപക്ഷ താല്പര്യങ്ങൾക്ക് വളരെ അപകടം സൃഷ്ടിക്കുന്ന ഒന്നാണ്. എല്ലാവരും അത് തിരിച്ചറിയണം. ഇന്ന് മതനിരപേക്ഷ ചേരിയെ ശക്തിപ്പെടുത്തുക എന്ന ഒരു രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോവുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ മതനിരപേക്ഷ ശക്തികൾ ആകെ ഒന്നിക്കേണ്ട ഒരു സന്ദർഭത്തിൽ ആ ഒന്നിച്ചവര് ഇതിനെ സമീപനം സ്വീകരിക്കേണ്ട ഒരു സന്ദർഭത്തിൽ നേരെ മറിച്ചൊരു മുസ്ലിം ഏകീകരണമാണ് അല്ലെങ്കിൽ അത്തരം ഒരു കാര്യമാണ് മുന്നിലേക്ക് വരുന്നത് എന്നാൽ അത് ദോഷം ചെയ്യും. അപ്പോ മുസ്ലിം
മതന്യൂനപക്ഷ ജനവിഭാഗത്തിന്റെ പൊതു താല്പര്യത്തിനെതിരായ നിലപാടാണ് ഇവർ ഓരോരുത്തരും സ്വീകരിച്ചിരിക്കുന്നത്. അതാണ് അവിടെ ഇതിന്റെ ആപത്കരമായ ഭാഗം. അതിന് എനിക്കുള്ളൊരു വിശ്വാസം വെച്ചാൽ ഭൂരിപക്ഷം വരുന്ന ന്യൂനപക്ഷ ജനസമുദായ വിഭാഗങ്ങൾ ഇത്തരം അധാർമികമായ രാഷ്ട്രീയ കൂട്ടായ്മയോട് വിരോധപരമായിട്ട് തന്നെ പ്രതിപ്രവർത്തിക്കുമെന്നല്ല തന്നെയാണ്. അപ്പൊ അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള പ്രചരണങ്ങൾ ഇന്ന് അനിവാര്യമാണ്. വളരെ ആപത്കരമായ ഒരു രാഷ്ട്രീയ ധാരണയാണ് ഈ രൂപത്തിൽ രൂപപ്പെടുത്തുന്നത്. ലീഗിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഭൂരിപക്ഷത്തിന്റെ ലീഗ് പുറത്തേക്ക് പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസമല്ല അവർക്കുള്ളത്. അവർ വലിയ ആശങ്കയിലാണ്. അവരുടെ രാഷ്ട്രീയത്തിന് ജനങ്ങൾ പിന്തുണ നൽകാത്തതുമായി ബന്ധപ്പെടുത്തിയും മലപ്പുറത്തൊക്കെ ലീഗിന്റെ സ്വാധീനത്തിൽ തന്നെ ഇത് സംഭവിക്കുന്നതുമായി ബന്ധപ്പെടുത്തിയും അവർക്ക് വലിയ ആശങ്കയും ആത്മവിശ്വാസക്കുറവുണ്ട് എന്നും കൂടി ഈ തീരുമാനവും അതിന്റെ തുടർന്നുള്ള രാഷ്ട്രീയ കാര്യങ്ങളും ബോധ്യപ്പെടുത്തുന്നുണ്ട്. യെസ്, തിരികെ എത്താം. ശ്രീ വിജയരാഘവൻ ദയവായി തുടരുക. ശ്രീ നൌഷാദ് മണ്ണശ്ശേരി, യൂത്ത് ലീഗ് സംസ്ഥാന നേതാവാണ്. അദ്ദേഹം നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ നൌഷാദ്, ഇവിടെ സ്വാഭാവികമായും BJPക്കെതിരെ അല്ലെങ്കിൽ ഒരു മതേതര ഐക്യം രൂപപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് മലപ്പുറം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. പക്ഷേ ഇവിടെയാണ് ശ്രീ A. വിജയരാഘവൻ അടക്കമുള്ളവർ സൂചിപ്പിക്കുന്നത് ഇതൊരു തെരഞ്ഞെടുപ്പിൻ്റെ പ്രശ്നമല്ല, അതിനും അപ്പുറത്തേക്ക് ഈ ഒരു കൂട്ടുകെട്ട്, ഇപ്പോൾ ആരോപിക്കപ്പെടുന്ന ഈ ഒരു കൂട്ടുകെട്ട്, അവിടെ ആരോപണം വെറുതെ വന്നിട്ടുള്ളതല്ല. SDPIയും വെൽഫെയർ പാർട്ടികളും അവിടെ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്നത് അടക്കമുള്ള വിഷയങ്ങളിൽ എടുത്തിട്ടുള്ള നിലപാടിൻ്റെ കൂടി പ്രതിഫലനമാണ്. ഇത് ഭാവിയിലേക്ക് കൂടി അപകടകരമാണ് എന്ന ഓർമ്മപ്പെടുത്തൽ, അതിനെ ആ വിധത്തിൽ ഉൾക്കൊള്ളാൻ ലീഗ് ശ്രമിക്കുമോ? ശ്രീ നൌഷാദ്. അല്ല, ഇവിടെ A. വിജയരാഘവൻ നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഇതുവരെ എന്താണെന്ന് മനസ്സിലാക്കില്ല. SDPIയും വെൽഫെയർ പാർട്ടിയും ഇതുവരെ അവരുടെ പിന്തുണ ആർക്കാമെന്ന് പറഞ്ഞിട്ടില്ല. അവരവരുടെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ല. അവർ സ്ഥാനാർത്ഥികൾ ചെയ്യുന്നത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമോ വേണ്ടയോ എന്നുള്ളത് ഓരോരുത്തരുടെ. യെസ്, ഞാൻ താങ്കളിലേക്ക് എത്താം, വളരെ വേഗം എത്താം. ശ്രീ A. സജീവൻ കൂടി നമ്മോടൊപ്പം തത്സമയം ചേർന്നുണ്ട് കോഴിക്കോട് സ്റ്റുഡിയോയിൽ നിന്നും. ശ്രീ A. സജീവൻ, ലീഗിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കണക്കുകൾ വെച്ച് വലിയൊരു ആശങ്ക നമ്മൾ പല ഭാഗത്തും അത്ര വലിയൊരു കോൺഫിഡൻസ് നമ്മൾ കണ്ടതാണ്. പക്ഷേ അതിനുമപ്പുറത്തേക്ക് ഇപ്പോൾ ശ്രീ വിജയരാഘവൻ അടക്കം ആരോപിക്കുന്ന ഈ ഒരു ആരോപണം, അതായത് ഇത് ഇപ്പോഴത്തെ ഈ ഒരു നിലപാട് SDPIയുടെ ആയാലും വെൽഫെയർ പാർട്ടികളുടേതായാലും ഒക്കെ ഈ ഒരു നിലപാട് ഭാവിയിൽ അത് വലിയ രീതിയിൽ ദോഷം ചെയ്യപ്പെടും എന്നടക്കമുള്ള ഈ ഒരു വിഷയം എങ്ങനെയായിരിക്കും, അത് ഏത് വിധത്തിലായിരിക്കും? ശ്രീ വിജയരാഘവൻ സൂചിപ്പിച്ചതുപോലെ തന്നെയാണോ താങ്കളും അതിനെ വിലയിരുത്തുന്നത്? ശ്രീ സജീവൻ. SDPIയുടെയും വെൽഫെയർ പാർട്ടിയുടെയും നിലപാട്, അവർ രണ്ട് രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ പാർട്ടികൾ എന്ന രീതിയിൽ അവർക്ക് ഏത് തീരുമാനം എടുക്കാനുള്ള അധികാരമുണ്ട്. അവിടെ മലപ്പുറത്ത് അവർ സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എന്നവർ തീരുമാനിച്ചാൽ അത് സ്വാഭാവികമായിട്ട് ആവാം. പക്ഷേ അത് ആർക്ക് പിന്തുണ, അവരുടെ പിന്തുണ ആർക്ക് എന്നുള്ള കാര്യം ഇതുവരെ പുറത്തേക്ക് പറഞ്ഞിട്ടില്ല. അത് വരേണ്ട കാര്യമാണ്. സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നത് അത് UDF സ്ഥാനാർത്ഥിയായ PK കുഞ്ഞാലിക്കുട്ടിക്ക് അനുകൂലം ആയിരിക്കുമെന്നാണ്. ഇവിടെ നോക്കേണ്ട ഒരു കാര്യം, ഇവിടെ BJP അല്ലെങ്കിൽ സംഘപരിവാർ ഇപ്പോൾ കേരളം വളരെ ശക്തമായ രൂപത്തിലുള്ള ഒരു പ്രചരണത്തിന് വേണ്ടിയിട്ട്, അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് UPയിലും മറ്റൊന്ന് നേടിയിട്ടുള്ള ആ നേട്ടം ആവർത്തിക്കാൻ വേണ്ടിയുള്ള ഒരു സംസ്ഥാനമായിട്ട് കേരളത്തെ കാണുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമാണ് കഴിഞ്ഞ ദിവസം കാസർഗോഡ് ഉണ്ടായിട്ടുള്ള ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് പറയപ്പെടുന്നത്, അത് BJPയുടെ പ്രവർത്തകരാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവത്തിൽ പോലും ഇവിടെ ഒരു തരത്തിലുള്ള വർഗീയ ധ്രുവീകരണം, വർഗീയ കലാപമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഒരവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ വർഗീയ ധ്രുവീകരണം വളരെ എളുപ്പത്തിലായി കഴിയും. അതിൻ്റെ ഒരു സാധ്യത ഇപ്പോൾ തന്നെ നോക്കുന്നുണ്ട്. വരും തെരഞ്ഞെടുപ്പുകളിൽ ഇവിടെയുള്ള ഹിന്ദു വോട്ടുകൾ, ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വോട്ടുകൾ ഏകോപിപ്പിക്കാനുള്ള ശ്രമം അവർ തീർച്ചയായിട്ടും നടത്തും. മലപ്പുറത്ത് പോലും എനിക്ക് തോന്നുന്നത് BJPയുടെ പ്രധാനപ്പെട്ട ശ്രമം മലപ്പുറം ജില്ലയിലുള്ള ഈ രണ്ട് പക്ഷത്തെ UDFിലെയും LDFിലെയും ഹിന്ദു വോട്ടുകളെ പരമാവധി ഏകോപിപ്പിക്കാനായിരിക്കും. അവരായിരിക്കും കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ വോട്ടുകൾ, ഒരുപക്ഷെ വളരെ അത്ഭുതകരമായ രൂപത്തിൽ തന്നെ കുറേ വോട്ടുകൾ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത്ഭുതമൊന്നുമില്ല. അതിനുള്ള പരമാവധി ശ്രമം അവരുടെ നേതാക്കന്മാർ നടത്തുന്നുണ്ട്. അവരുടെ ദേശീയ നേതാക്കന്മാർ പോലും മലപ്പുറത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ള സൂചനകളുണ്ട്. ഇപ്പം ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് UDFിൻ്റെ ഭാഗത്ത് നഷ്ടപ്പെടും, LDFിൻ്റെ ഭാഗത്ത് നഷ്ടപ്പെടും. ഈ ഒരു ഭീതി ഒരു പക്ഷേ UDF ഉണ്ടായേക്കാം.
അവർ അങ്ങനെ ആ തരത്തിൽ അല്ലെങ്കിൽ അങ്ങനെ ന്യൂനപക്ഷങ്ങൾക്കൊരു പക്ഷേ ഉണ്ടായേക്കാം, UDF എന്നതിനേക്കാൾ ന്യൂനപക്ഷങ്ങൾക്കുണ്ടായേക്കാം. അതുകൊണ്ടായിരിക്കാം ന്യൂനപക്ഷ വോട്ടുകൾ ചോർന്നു പോവാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു തീവ്ര ശ്രമം ആ ഭാഗത്തുണ്ടായിട്ടുള്ള അത് ഒരു വെളിപ്പെടുത്തിയില്ല. SDPIയും വെൽഫെയർ പാർട്ടി ഇപ്പോഴും പിന്തുണ ആർക്കാണെന്ന് വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പോലും ആ ഒരു സാധ്യതയുണ്ട്. പക്ഷേ അപ്പോഴും അത് വേണമെങ്കിൽ BJPക്ക് അനുകൂലമായിട്ട് അവർക്ക് കൂടുതൽ പ്രചരണത്തിന് ന്യൂനപക്ഷങ്ങളുടെ ഏകീകരണം നടക്കുന്നു എന്നുള്ള രൂപത്തിലേക്കുള്ള പ്രചരണം ശക്തമാക്കാൻ അവർ ഏത് സാധ്യതയും ഉപയോഗിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ആ ഒരു ശ്രമം നടക്കുന്നുണ്ട്. ഇപ്പോൾ മലപ്പുറത്തെ കാര്യത്തിൽ ഒരു വലിയ അട്ടിമറിക്കുള്ള സാധ്യതയൊന്നും ഞാൻ കാണുന്നില്ല. പക്ഷേ എന്നാൽ പോലും ഇനി വരുന്ന കേരളത്തിൽ നടക്കുന്ന ഏത് തിരഞ്ഞെടുപ്പാണെങ്കിലും, അത് തദ്ദേശ തിരഞ്ഞെടുപ്പാണെങ്കിലും അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തിരഞ്ഞെടുപ്പാണെങ്കിലും, അപ്പോഴൊക്കെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു വർഗീയ ധ്രുവീകരണ സാധ്യത അവിടെ പരമാവധി ഉപയോഗിക്കപ്പെടും. അതിനുള്ള ഒരു ശ്രമം തീർച്ചയായിട്ടും സംഘപരിവാറിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. ഇത് എല്ലാ മതേതര കക്ഷികളും മനസ്സിൽ സൂക്ഷിക്കേണ്ട കാര്യമാണ്. യെസ്, ശ്രീ നൗഷാദ് മനശ്ശേരി, താങ്കളിലേക്ക്. ഇവിടെ സംസാരിച്ച രണ്ടുപേരും സംസാരിച്ചത് ശ്രദ്ധിച്ചിട്ടുണ്ടാകാമെന്ന് കരുതുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു വലിയ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ ലീഗ് നിൽക്കുന്നത്. സ്വാഭാവികമായും SDPIയും വെൽഫെയർ പാർട്ടിയും നിലപാട് പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും എന്തുകൊണ്ട് ഇത്ര ഏറെ വോട്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ ഇവർ സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല എന്നത് മുതൽ തന്നെ ഈ ഒരു ആശങ്ക അടിവരയിട്ട് പറയുന്നുണ്ട്. ശ്രീ നൗഷാദ്. അല്ല, ഇവിടെ SDPIയും വെൽഫെയർ പാർട്ടിയും സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല എന്നത് അത് അവരുടെ തീരുമാനമാണ്. അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട് അത്തരത്തിലൊരു തീരുമാനമെടുക്കാൻ. പക്ഷെ അവർ ഇതുവരെ ആർക്കാണ് അവരുടെ പിന്തുണ എന്ന് പ്രഖ്യാപിക്കുകയോ അവരുടെ നിലപാട് എന്താണെന്ന് പറയുകയോ ചെയ്തിട്ടില്ല. വിജയരാഘവൻ ഇന്ന് മലപ്പുറത്ത് വിളിച്ച പത്രസമ്മേളനത്തിൽ ഇങ്ങനെ പറഞ്ഞു. അദ്ദേഹത്തിന് എവിടുന്നാണ് വെളിപാട് കിട്ടിയതെന്ന് നമുക്ക് മനസ്സിലായില്ല. വിജയരാഘവൻ അതിൽ പല അജണ്ടയും ഉണ്ടാകും. അത് മനസ്സിലാക്കാനൊക്കെ ഉള്ള വിവേകം മലപ്പുറത്ത് വോട്ടർമാർക്കും ജനങ്ങൾക്കും ഉണ്ട്. വിജയരാഘവൻ പല സന്ദർഭങ്ങളിലും ഇത്തരത്തിലുള്ള പല നിലപാടുകളും എടുത്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ കട്ടക്കൂരിരുട്ടിൽ കരിമ്പൂത്തയെ തപ്പുന്നത് പോലെ ഇല്ലാത്തൊരു സാധനത്തെ എന്തിനാണ് ഈ ചർച്ച സംഘടിപ്പിച്ചതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു അജണ്ടയും വെക്കാൻ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കോ ഇടതുപക്ഷ മുന്നണിക്കോ ഇല്ലാത്തത് കൊണ്ട് ഭാവനയിൽ നിന്നൊരു അജണ്ട എടുത്ത് ഉപയോഗിക്കുകയാണോ എന്ന് സംശയിക്കേണ്ടതുണ്ട്. SDPI വെൽഫെയർ പാർട്ടി അവർ പറയട്ടെ, അവരവരുടെ പിന്തുണ ആർക്കാന്ന് പറയട്ടെ. അപ്പോൾ അവർ മത്സരിക്കാത്ത എന്തുകൊണ്ടാണ് എന്നുള്ളത് മുസ്ലിം ലീഗിനോ UDFനോ തീരുമാനിക്കാൻ കഴിയുമോ? അത് വേറെ പാർട്ടിയല്ലേ. അത് നിങ്ങൾ അവരെ വിളിച്ച് ചോദിക്കുക, അവരുടെ ആളുകളോട് സംസാരിച്ചാൽ മതിയല്ലോ. യെസ്, ദയവായി തുടരുക ശ്രീ നൗഷാദ്. ശ്രീ പഴകുളം മധുകൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇവിടെ സ്വാഭാവികമായും ഇന്നിപ്പോൾ ഈ ഒരു വിഷയം ചർച്ച ചെയ്യപ്പെടുമ്പോൾ തന്നെ ഉയർന്നു വരുന്ന ഒരു പ്രധാന വിഷയം ഇതുതന്നെയാണ്. ഇവിടെ എതിർക്കപ്പെടേണ്ടവർ ഒരു ചേരി നിൽക്കുകയാണ്. ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ്, അതായത് BJPയെ പ്രത്യേകിച്ച് ദേശീയ തലത്തിലൊക്കെ തന്നെയും ലീഗിന്റെ ഒരു നേതൃത്വത്തിൽ വലിയ രീതിയിൽ ഈ ഒരു ചെറുത്തുനിൽപ്പിന് വേണ്ടി ഒരു ശ്രമം നടത്തുന്നു എന്ന് പറയുന്നു. ദേശീയ തലത്തിലുള്ള വലിയ മാറ്റങ്ങൾ, ലീഗ് നടത്തിയിട്ടുള്ള മാറ്റങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറയുന്നുണ്ട്. ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് മലപ്പുറത്തെ ഈ നിലപാട് ശ്രദ്ധിക്കേണ്ടത്. അത്തരത്തിൽ ഈ ഒരു BJPയെ എതിർക്കുക എന്നതിൻ്റെ കൂടി ഭാഗമായി ഇത്തരത്തിലുള്ളൊരു കൂട്ടുകെട്ടിലേക്ക് പോകുന്നു എന്നതാണ്. അത് പക്ഷേ അത് കൂടുതൽ അപകടം ചെയ്യും എന്നൊരു തരത്തിലാണ്. ഇതെങ്ങനെയാണ് ഈ UDF ഇതിനെ പൊതുവെ എങ്ങനെയാണ് കാണുന്നത്? സത്യത്തിൽ മലപ്പുറം തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിനെ സംബന്ധിച്ച് ആർക്കും യാതൊരു സംശയമില്ല. ഡൽഹിയിൽ ശ്രീ PK കുഞ്ഞാലിക്കുട്ടിയെ പോലെയുള്ള ഒരു നേതാവ് എത്തുകയും മതേതര ശക്തികൾക്ക് കൂടുതൽ ബലം കൊടുക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം കൊടുക്കുകയും ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യത്തെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, ഇവിടെ ബഹുമാന്യായ ശ്രീ വിജയരാഘവൻ അദ്ദേഹത്തിൻ്റെ ഒരു ബോംബാണ് അദ്ദേഹം പൊട്ടിച്ചിരിക്കുന്നത്. ഒരു വിഷ്യസ് ആയിട്ടുള്ള ദുഷിപ്പിക്കുന്ന ഒരു ബോംബാണ് അദ്ദേഹം പൊട്ടിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒരു പക്ഷേ അദ്ദേഹം ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഒരു കൗശലം, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ അറിവോടുകൂടി നടത്തുന്ന ഒരു പ്രസംഗമാണോ അല്ലെങ്കിൽ ഒരു ആരോപണമാണോ എന്നെനിക്കറിയില്ല. എന്തായാലും വിഭാഗീയത സൃഷ്ടിക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും CPM സ്വീകരിക്കുന്ന വിഭാഗീയമായ രാഷ്ട്രീയം, വോട്ടിനെ ഭിന്നിപ്പിക്കുക, ജനസമൂഹത്തെ ഭിന്നിപ്പിക്കുക, സമുദായങ്ങളെ ഭിന്നിപ്പിക്കുക, ആ രാഷ്ട്രീയമാണ് മലപ്പുറത്ത് ഇവർ പയറ്റാൻ നോക്കുന്നത്. വെൽഫെയർ പാർട്ടിയും അതുപോലെ SDPIയും ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ നയം പ്രഖ്യാപിച്ചിട്ടില്ല. അവർ സ്ഥാനാർത്ഥി നിർത്തുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതേപോലുള്ള രാഷ്ട്രീയ ശക്തികൾ ആരെയാണ് പിന്തുണച്ചത്? ആരാണ് അവരുടെ പിന്തുണ വാങ്ങിയിട്ടുള്ളത്? CPMന് പറയാൻ കഴിയുമോ? CPM നടത്തിയിട്ടുള്ള ഏറ്റവും നഗ്നമായ ഈ സമരസപ്പെടൽ
എല്ലാ വർഗീയ ശക്തികളോടും ഓരോരോ കാലഘട്ടത്തിൽ നടത്തിയിട്ടുള്ള സമരസപ്പെടലിൻ്റെ ഒരു ബാക്കിപത്രമായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. ഈ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്തെ ഒരു പ്രത്യേക സമുദായത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇതാ നിങ്ങൾക്കൊരു വലിയ ഭീഷണി ഉണ്ടാകാൻ പോകുന്നു, നിങ്ങൾ ജാഗരൂകരായിരിക്കുക. നമുക്ക് BJPയും CPMും നടത്തുന്നത് ഒരേ പ്രചരണം. ഈ പ്രചരണം മലപ്പുറത്തെ മാത്രമല്ല കേരളത്തെ സമൂഹത്തെ തന്നെ ഭിന്നിപ്പിക്കാൻ ഉതകുന്ന വിധത്തിലുള്ള വളരെ അപകടകരമായ ഒരു പ്രചരണമാണ് CPM അഴിച്ചുവിടാൻ ശ്രമിക്കുന്നത്. ഇതിന് CPMന് വലിയ വില കൊടുക്കേണ്ടി വരും. ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ വളരെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന, വളരെ മുഖം നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഇടതുമുന്നണി ഗവൺമെൻറ്റിനും CPM പാർട്ടിയുടെ രാഷ്ട്രീയ നയങ്ങൾക്കും കനത്ത തിരിച്ചടി മാത്രമേ ഈ പ്രചരണം ഉണ്ടാക്കുകയുള്ളൂ. ബഹുമാനായ ശ്രീ വിജയരാഘവൻ വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയത്തിൽ കൂടി വളർന്നു വന്ന ഒരു നേതാവാണ്. അദ്ദേഹത്തെ കൊണ്ട് CPM ഇത് പറയിക്കരുതായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് രംഗത്തെ സമൂഹങ്ങളെ ഭിന്നിപ്പിക്കുന്ന, ഇന്ന് നമുക്കറിയാമല്ലോ, സംഘപരിവാറും BJPയും ദേശീയ രാഷ്ട്രീയത്തിൽ ഉയർത്തുന്ന വലിയ വെല്ലുവിളിയുണ്ട്. ആ വെല്ലുവിളിയെ അതിജീവിക്കാൻ ഏതെങ്കിലും മതേതര വിശ്വാസികൾ, ഏതെങ്കിലും മതേതര ശക്തികൾ ആർക്കെങ്കിലും വോട്ട് ചെയ്യാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ തന്നെ അതിനെ രണ്ട് കൈയും ഉയർത്തി സ്വാഗതം ചെയ്യേണ്ട ഒരു നേതാവാണ് ശ്രീ വിജയരാഘവൻ. ഒരു പാർട്ടിയാണ് CPM. അവർ ഇത്ര മോശമായിട്ടുള്ള, ഇത്തരം തരംതാണ പ്രചരണത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പിനെ കൊണ്ടുവരികയും അങ്ങനെ എന്തെങ്കിലും ചെറിയ ലാഭം കൊയ്യാമെന്ന് ശ്രമിക്കുകയും ചെയ്യുന്നത് ഒരുപക്ഷെ അവർക്ക് വന്നിട്ടുള്ള ഒരു പിഴവായി തെരഞ്ഞെടുപ്പിന് ശേഷം വിലയിരുത്തപ്പെടും. ശ്രീ വിജയരാഘവൻ, ഈ ആരോപണത്തെ എങ്ങനെയാണ് കാണുന്നത്? പ്രത്യേകിച്ച് SDPIയോ വെൽഫെയർ പാർട്ടിയോ ഒരു പരസ്യമായ ഒരു പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ല എന്നതോട് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് താങ്കൾ അടക്കമുള്ളവരുടെ ഒരു വിഭാഗീയ തന്ത്രമാണ് ഇതിന് പിന്നിൽ എന്ന് പറയുന്നത്. ശ്രീ വിജയരാഘവൻ, ആ മലപ്പുറത്ത് SDPI നടത്തിയ പ്രകടനത്തിൽ ഞാൻ അവിടെ വിളിച്ച മുദ്രാവാക്യം ഇടതുപക്ഷം വന്നു ഒന്നും ശരിയായില്ല എന്നാണ്. വളരെ കൃത്യമാണ്. ആർക്കനുകൂലമായിട്ടാണ് ആ മുദ്രാവാക്യം എന്നുണ്ട്. ഈ ലക്കം മാധ്യമം വാരിക നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയും. മലപ്പുറം ജില്ലയിൽ പോലീസ് അതിക്രമങ്ങൾ നടത്തുന്നു എന്ന് പറയുന്ന ഒരു പ്രത്യേക ഫീച്ചറാണ് മാധ്യമം വാരിക ഈ ലക്കത്തിൽ അടിച്ചിറക്കിയിരിക്കുന്നത്. വളരെ കൃത്യമാണത്. ഈ ഇടതുപക്ഷ വിരുദ്ധമായ നിലപാടുകളെ വളരെ കാർക്കശ്യത്തോടു കൂടി ഈ തീവ്രവാദ മതമൗലികതാവാദ ഈ തരുണത്തിൽ മാറി നിന്നുകൊണ്ട് പിന്നെ ഇവിടെ മറ്റൊരു തരം രാഷ്ട്രീയത്തിന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്ന ഈ നിലപാട് തന്നെ വെച്ചാണ്. നമ്മളിതിൽ പറയുന്നത് എന്താ? ഈ നിലപാടുകളുടെ ആകത്തുകയാണ്. ഈ നിലപാടുകളുടെ ആകത്തുക BJPയുടെ പ്രചരണങ്ങൾക്ക് ശക്തി പകരുമെന്നുള്ളതാണ്. അത് മതന്യൂനപക്ഷത്തെയാണ് ആത്യന്തികമായി വിഷമൂർത്തത്തിലെത്തിക്കുക. അതുകൊണ്ട് മതനിരപേക്ഷ താല്പര്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന നിലപാട് എല്ലാവരും സ്വീകരിക്കണമെന്നുള്ളതാണ് നിലപാട് ഇടതുപക്ഷത്തിന്റെയാണ്. ഇതിൽ കോൺഗ്രസുകാരെന്താ എപ്പോഴും അവര് മൃദു ഹിന്ദുത്വം സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇതാ സുപ്രീം കോടതി ഇതുമായി ബന്ധപ്പെടുത്തി, ബാബറി മസ്ജിദുമായി ബന്ധപ്പെടുത്തി സമവായം എന്ന നിർദ്ദേശം വെച്ചപ്പോ രണ്ട് പാർട്ടിയാണ് അതിനെ പിന്താങ്ങിയത്. ഒന്ന് BJP ആണ്, മറ്റൊന്ന് കോൺഗ്രസ് ആണ്. ഇടതുപക്ഷം കോടതി നിലപാട് എന്ന് പറഞ്ഞു, ലീഗ് പോലും ആ നിലപാട് പറഞ്ഞു. അപ്പൊ നമ്മൾ കണ്ടെന്താ, മൃദു ഹിന്ദുത്വപരമായ നിലപാട് എപ്പോഴും BJP കോൺഗ്രസ് സ്വീകരിച്ചു പോകുന്നുണ്ട്. അത് BJPക്ക് സഹായകരമായിട്ട് മാറി എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തിന്റെ ഇന്ന് വരെയുള്ള അനുഭവം. എല്ലാ വർഗീയ ശക്തികളോടും സന്ധ്യയുണ്ടാണ് കോൺഗ്രസ് നിലപാട്. തരാതരം പോലെ സന്ധ്യയും BJPയോടും അവര് തരാതരം പോലെ കച്ചവട രാഷ്ട്രീയം നടത്തി പോകുന്നത്. അതിൽ ലീഗും നടത്തി BJPയോടുള്ള കച്ചവട രാഷ്ട്രീയം പോലീസ് അതിന്റെ നമ്മുടെ മുന്നിൽ അവിടെ വസ്തുതകളായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. അപ്പോ എപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മൃദു സമീപനം ഒരുതരം വർഗീയതയോടും സ്വീകരിക്കരുത്. ഞങ്ങൾ പറയുന്നത് മൃദു ഹിന്ദുത്വം പാടില്ല, അതുപോലെ തന്നെ മുസ്ലിം തീവ്രവാദത്തോടും മൃദു സമീപനം പാടില്ല. മതന്യൂനപക്ഷത്തോട് നല്ല മൃദു സമീപനം നമുക്ക് വേണം. കാരണം അവര് ന്യൂനപക്ഷമാണ്, താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണം, അവരുടെ പിന്നോക്കാവസ്ഥ പരിഹരിക്കപ്പെടണം. അത് കൃത്യമായ രാഷ്ട്രീയ നിലപാടാണ്. ഇടതുപക്ഷയുടെ കൃത്യമായ രാഷ്ട്രീയ നിലപാടുകളാണ് പറയുന്നത്. മതനിരപേക്ഷത സംരക്ഷിക്കപ്പെടണം, അതിനെ ദുർബലപ്പെടുത്താൻ പാടില്ല. മുസ്ലിം സമുദായത്തെ ആകെ തീവ്രവാദികളുടെയും മൗലികതാവാദികളുടെയും വർഗീയവാദികളുടെയും പാർട്ടിയാണ് എന്ന് പറഞ്ഞു പ്രചരിപ്പിക്കാൻ അതിതീവ്ര ഹിന്ദുത്വത്തിന് സഹായം ചെയ്തു കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ നിലപാട് ഇവരെല്ലാം കൂടി ചേർന്ന് സ്വീകരിച്ചിരിക്കുകയാണ്. അതിന് ആ നിലയിൽ തന്നെ കാണാൻ UDF തയ്യാറാവുന്നില്ല, ഇതിന്റെ ആപത്ത് കാണുന്നില്ല. അതുകൊണ്ട് ഈ ആപത്കരമായ ഒരു സാഹചര്യം ഒഴിവാക്കണം. നമുക്ക് മതനിരപേക്ഷതയ്ക്ക് മുൻകൈ കൊടുത്തുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. ഇടതുപക്ഷത്തിന്റെ ഈ നിലപാടാണ് ഇപ്പോൾ ഏറ്റവും ശരി. അതുകൊണ്ടല്ല ഞങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഇവർക്കൊക്കെ എത്ര ദേവരാതി ഇവര് ഒരു കച്ചവടം ഉറപ്പിച്ചു ഇത്തരം ശക്തികളോട്. അതാണ് അതിന്റെ അത് ഇപ്പൊ അവർക്ക് ന്യായീകരിക്കാൻ കഴിയുന്നില്ല. എന്നിട്ട് പിന്നെ ന്യായങ്ങൾ പറയാണ്. എന്താ ഈ നിലപാടിനോട് ഇവർക്കൊരു നിലപാടുണ്ടോ? ഈ പിന്നെ SDPIയും നമ്മുടെ വെൽഫെയർ പാർട്ടിയും മത്സരിക്കുന്നില്ല എന്ന വസ്തുതയോട് ഒരു നിലപാട് ലീഗിനുണ്ടോ, ഒരു നിലപാട് UDFിനുണ്ടോ? അതവർ വ്യക്തമാക്കട്ടെ. അവിടെയാണ് ഞാൻ തിരികെ എത്താം. ശ്രീ വിജയരാഘവൻ, ശ്രീ നൗഷാദ് മണശ്ശേരി,
അവിടെയാണ്. അതായത് ഇങ്ങനെയെങ്കിൽ, അതായത് ലീഗും ക്ഷമിക്കണം SDPIയും വെൽഫെയർ പാർട്ടിയും നിലപാട് വ്യക്തമാക്കിയിട്ടില്ല, ആർക്ക് വോട്ട് ചെയ്യുമെന്ന്, അല്ലെങ്കിൽ ആ വിധത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല എങ്കിൽ ആ വിഷയത്തിൽ ലീഗിന്റെ നിലപാട് എന്താണ്? എത്ര ബാലിശമായ വാദങ്ങളാണ് വിജയരാഘവനെ പോലെ SFIയുടെ ദേശീയ അധ്യക്ഷനൊക്കെ ആയിരുന്ന, ഇന്ത്യൻ പാർലമെന്റിലിരുന്ന ഒരു വലിയ CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് പറയുന്നത്. SDPIയുടെ പ്രചരണത്തിൽ ഏതോ ഒരാൾ മുദ്രാവാക്യം വിളിച്ചതാണോ ഒരു തെരഞ്ഞെടുപ്പ് മുന്നണിയെ കുറിച്ച് പറയുന്നത്? SDPI സ്ഥാനാർത്ഥിയെ നിർത്താത്തതിന്, വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥിയെ നിർത്താത്തതിന് മുസ്ലിം ലീഗ് നിലപാട് പറയണമെന്ന് പറയുമ്പോൾ എവിടെ എത്തി CPIMന്റെ ഇടതു മുന്നണിയുടെ രാഷ്ട്രീയ പാപ്പരത്വം? ഇത്ര വലിയൊരു രാഷ്ട്രീയ പാപ്പരത്വം വേറെ ഉണ്ടോ? അതിന് മുസ്ലിം ലീഗാണോ നിലപാട് വ്യക്തമാക്കേണ്ടത്? ശ്രീ നൗഷാദ്, അവിടെ അദ്ദേഹം സൂചിപ്പിച്ചത് ഇടതുപക്ഷമാണ് അവിടെ ശത്രു, അതായത് മറുചേരിയിൽ നിർത്തുന്നത് SDPI. അതായിരുന്നു ആ മുദ്രാവാക്യം അദ്ദേഹം പറയാനുള്ള കാരണം. അപ്പോൾ സ്വാഭാവികമായും ഇവിടെ ലീഗിനായിരിക്കില്ലേ പിന്തുണ? ശരിയായില്ല എന്ന് ഏതോ ഒരാൾ ഇടതുപക്ഷം വന്നു ഒന്നും ശരിയായില്ല എന്ന് സീതാറാം യെച്ചൂരിയും പറഞ്ഞല്ലോ. അപ്പൊ സീതാറാം യെച്ചൂരി ഈ തെരഞ്ഞെടുപ്പിൽ UDFന് പിന്തുണച്ചു അതിന്റെ അർത്ഥം? നിങ്ങളെ സംസ്ഥാന കമ്മിറ്റി, CPIMന്റെ സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തി ഇടതുപക്ഷം വന്നു ഒന്നും ശരിയായിട്ടില്ല. അപ്പൊ ഇടതുപക്ഷം വന്നു ഒന്നും ശരിയായിട്ടില്ല എന്ന് എല്ലാ മലയാളികളും പറയുന്നതാണ്. ഇവിടെ ഞങ്ങൾക്ക് പറയാനുള്ളത് മതനിരപേക്ഷത എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ. ഇന്ത്യയിൽ BJPയുടെ ഫാസിസ്റ്റ് നിലപാടുകൾക്കെതിരായി ഇന്ത്യൻ മതേതരത്വത്തിന്റെ പ്രതീകമാണ് UPA. ആ UPAയുടെ ഭാഗമാണ് UDF. ആ UDFനെ സഹായിക്കുകയാണ്, UDFനെ വിജയിപ്പിക്കുകയാണ് ഇവിടെ തീവ്ര വലതുപക്ഷ വർഗീയതയ്ക്കെതിരായ നിലപാടുള്ള എല്ലാവരും ചെയ്യേണ്ടത്. ഞങ്ങൾ അതാണ് പറയുന്നത്. തീവ്ര വലതുപക്ഷ നിലപാടിനെ എതിർക്കുന്ന, ഫാസിസത്തെ എതിർക്കുന്ന, BJPയുടെ ഇന്നത്തെ അസഹിഷ്ണുത എതിർക്കുന്ന എല്ലാവരും ഇന്ത്യൻ മതേതരത്വത്തിന്റെ പ്രതീകമായ UPA മുന്നണിയുടെ സ്ഥാനാർത്ഥിയായ കുഞ്ഞാലിക്കുട്ടി സാഹിബിന് വോട്ട് ചെയ്യണം. വിജയരാഘവനും ഈ മലപ്പുറത്തുകാരൻ എന്നുള്ളവർക്ക് കുഞ്ഞാലിക്കുട്ടി സാഹിബിന് UDFന് വോട്ട് ചെയ്ത ആ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞാൻ തിരികെ എത്താം. ശ്രീ